കിടുവയെ കണ്ടെന്ന് വരണ്ടെന്നുള്ളു കടുവ. കടുവ കടുവ തന്നെയാടാ. ഇങ്കുണ്ടോ? ബ്ലാക്ക് ആണ്. അത് മതി. ഐസ്ക്രീം ഐസ്ക്രീം. ഐസ്ക്രീമോ? മനസ്സിലായി, ഞങ്ങൾ അറിഞ്ഞു. ബീച്ച് ബീച്ച്. ബീച്ചോ? എന്തായി പറയണേ? ആ ബീച്ച് ഞങ്ങളോട് മാത്രമെല്ലാം പറഞ്ഞു. ക്ലോസ് ഫ്രണ്ട്സ് ആണേ. നിങ്ങൾ എന്തായി പറയണേ? ക്ലോസ് ഫ്രണ്ട്സോ? ആ പൂച്ച പാല് കുടിച്ചത് ആരും അറിഞ്ഞില്ലെന്നാ ഭാവം. പഠിച്ച കള്ളിയാ. ആ ബൈക്ക് സാറ് വരുന്നുണ്ട്, മൈൻഡ് ചെയ്യരുത്, വെയിറ്റ് ഇട്ടിരിക്കണം. പിന്നെ അല്ലാതെ ഇവനൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? ഹലോ, എന്താ പേര് പറഞ്ഞത്? മുമ്പേ പറഞ്ഞാണല്ലോ, MC പ്രകാശൻ, കുഞ്ചു. യെസ് മിസ്റ്റർ കുഞ്ചു, ഒരു നമ്പർ ഡയൽ ചെയ്യൂ. 777. സോറി, സ്വല്പം ബിസിയാണ്, ട്രൈ ചെയ്തോളൂ. മിസ്റ്റർ പ്രകാശ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഈ വിരലെടുത്ത് ഹോളിലിട്ടൊന്ന് കറക്കിയാ മതി. 777 477. എൻഗേജഡ് ആണല്ലോ. ബൈ ദ ബൈ, കുഞ്ചു പ്രകാശ്, പിന്നൊരാൾ ഡ്രൈവർ. എന്തായിരുന്നു ആളുടെ പേര്? സുരേഷ്. സുരേഷ്, യെസ് സുരേഷ്. നിങ്ങൾ 3 പേരെ കൂടാതെ ആരാണ് അടുത്ത ക്ലോസ് ഫ്രണ്ട്? മുരളി. യെസ് മുരളി. 4 സംഘം. 4 പട്ടാളം എവിടെയാണ് സംഘടിക്കാറ്? ഐ മീൻ ക്യാമ്പിംഗ്? അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല. എങ്കിലും ചിലപ്പോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആൽത്തറയില്. ഓ യെസ്, ഐ നോ ദാറ്റ് പ്ലേസ്. ക്ലാസ്സിൽ പോയില്ലേ? ഫസ്റ്റ് അവർ ക്ലാസ് ഇല്ല. മനുവേട്ടാ, അമ്മ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. സോറി, അല്പം ധൃതിയുണ്ട്. പിന്നെ ആവാം. ഇന്ന് വൈകുന്നേരം ആൽത്തറയിൽ കാണൂ. ഓഫീസ് കഴിഞ്ഞു മതി. കാണണം. ഷാർപ്പ് 5:30. ഐ വിൽ ബി ദേർ. ഓക്കേ? അവൾ എന്താടാ സംഭവിച്ചത്? അല്ല, സന്ധ്യ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? പറയടാ, ഇഷ്ടമെന്ന് പറഞ്ഞോ? അല്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായി. അയ്യോ, അപ്പൊ ഐസ്ക്രീം കഴിച്ചു എന്ന് പറഞ്ഞതോ? കഴിച്ചില്ല. അപ്പൊ ബീച്ചിൽ പോയതോ? പോയില്ല. പിന്നെ നീ എന്താണ് ഒപ്പിച്ചത്? അവളിപ്പോ എല്ലാ കാര്യങ്ങളും മനു കൃഷ്ണനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ശത്രുവിനെ വകവരുത്താൻ ടൗണിലുള്ള ഗുണ്ടകളും അയാൾ പാൽത്തറയിൽ എത്തിയിട്ടുണ്ടാവും. നിന്നെ ഒരുത്തനെ മാത്രം വിശ്വസിച്ചല്ലടാ ആ കിഴവ മുതലാളിന്റെ അടുത്ത് പോലും ഞങ്ങൾ ജാട ഇറക്കിയത്. ദൈവമേ, 5:30 ഏതായാലും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഗുണ്ടകളുമായിട്ട് അയാൾ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ടൗണിലുള്ള ഗുണ്ടകളുടെ തല്ലിന്റെ കരുത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ വെച്ച് ഒന്നനുഭവിച്ചതാ. ഇനിയിപ്പോ വീണ്ടും ഇല്ല, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും തല്ലുകൊള്ളില്ല. ആൽത്തറയില് ഞാൻ തനിച്ചു പോകും. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ, അത് ഞാനായിട്ട് തന്നെ തീർത്തോളാം. ഗുണ്ടകൾ എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ടാവും. തനിച്ചാണെങ്കിൽ നീ ഒറ്റയ്ക്ക് തന്നെ നേരിട്ടാ മതി. ഇത് ഞങ്ങളുടെ കൂടി പ്രശ്നമാ. അഥവാ കൂട്ടത്തലാണെങ്കിൽ ഒരു കൂട്ടയോട്ടമാണ് മുരളി എന്തുകൊണ്ട് നമ്മുടെ ശരീരരക്ഷയ്ക്ക് നല്ലത്. എന്റെ ഈശ്വര, ദൈവമേ, വെടിമരുന്നിന് തീ കൊടുക്കാനാണല്ലോ പോകുന്നത്. പൊട്ടുവോ? ഞാൻ മുരളി. ഹലോ, എവിടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ? അവർ വരില്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാൽ മതി. അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട്സ് ആണ് നിങ്ങളല്ലേ? അതെ. ശാന്തതയിലാണ് തുടക്കം. ഒന്നും പറയാറായിട്ടില്ല കുഞ്ചു, എന്തും സംഭവിക്കാം. എന്റെ പ്രശ്നം നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെയേ പരിഹരിക്കാൻ പറ്റൂ. എന്ത് പ്രശ്നം? അവരുടെ ക്ലോസ് ഫ്രണ്ടായ സ്ഥിതിക്ക് മിസ്റ്റർ മുരളിൽ നിന്ന് ഞാൻ ഒന്നും വിളിക്കുന്നില്ല. എനിക്ക് സന്ധ്യ ഇഷ്ടമാണ്. അറിയില്ലേ സന്ധ്യയെ? അറിയാം. പണവും പത്രാസും ഉണ്ടെന്നല്ലാതെ പഠിത്തമല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ്. കണക്കുമാഷുമായുള്ള യുദ്ധത്തിൽ 8ാം ക്ലാസ്സിൽ വെച്ച് നിർത്തി. സോറി, ഞാൻ അല്പം മദ്യപിച്ചിട്ടുണ്ട്. ഊണിന് മുമ്പ് 2 പെഗ് ശീലമുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സംസാരിക്കാൻ ഒരു ധൈര്യത്തിന് വേണ്ടി 2 എണ്ണം കൂടി വീശി. ഏതായാലും തല്ലിന് സാധ്യതയില്ല. ഉപദേശിച്ച് നന്നാക്കുക. നന്നായാ മതിയായിരുന്നു. പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യാൻ അല്പസ്വല്പം ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. ഓപ്പൺ ആയിട്ട് പറയാം. റാപ്പിഡ് എക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്നൊരു പുസ്തകമുണ്ട്. അത് ബൈഹാർട്ട് ചെയ്ത് നേടിയതാ ഇതൊക്കെ. എനിവേ, ഐ ലവ് ഹെർ. പക്ഷേ കോംപ്ലക്സ് കാരണം മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ ഒരു മടി. അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ആവുമ്പോൾ കൂടുതൽ സൗകര്യമായി. കാരണം അവർക്കവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും ഒരു സത്യം ഉറപ്പാ,
അവൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് നേരിട്ടറിയണം. ശരിയാ, അത് നേരിട്ടറിയണം. നമുക്ക് എന്നതിനെ അറിയാം? ഇപ്പൊ തന്നെ വേണ്ട, നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ സാവകാശം മതി. വേണ്ട, ഇപ്പൊ തന്നെ അറിയണം. ഇപ്പോഴോ? ട്യൂഷൻ കഴിഞ്ഞ് അവൾ വരണ സമയമായി. അങ്ങോട്ട് പോയ നേരിൽ കണ്ട് ഇഷ്ടമാണെന്ന് ഇപ്പൊ തന്നെ അറിയാം. വരും. ധൃതിയില്ല. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ധൃതി? അല്ല, ഇഷ്ടമാണെന്ന് നേരത്തെ അറിഞ്ഞാൽ സന്തോഷിക്കാമല്ലോ, അല്ലെങ്കിൽ വെറുക്കാമല്ലോ. കറക്റ്റ്. എനിവേ, ഇഷ്ടമാണെന്ന് അവിടെ നിന്ന് മൂളി കിട്ടിയാൽ ആർഭാടത്തോടെ ഉടനെ കല്യാണം. കമോൺ. അവനും കയറ്റിക്കൊണ്ട പോണത്. ഇനിയിപ്പോ ദൂരെ എങ്ങനെ കൊണ്ടുപോയി തല്ലാനാവോ? അതിനും സാധ്യതയുണ്ട്. വാടാ. കാളയുടെ എതിർപ്പ്. അയ്യോ, തല്ലാൻ വരുന്നേ. ധൈര്യം കൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേടാ. ഓട്ടാണോ? പ്രകാശ ഒന്ന് നിൽക്കൂ. എന്താ എന്താ? എവിടേക്കാ ഈ പടയോട്ടം? ഒരു മധുരപ്രേമത്തിന്റെ മഹാദുരന്തം നേരിട്ട് കാണണമെങ്കിൽ ഈ കൂട്ടയോട്ടത്തിൽ പങ്കാളിയാക്കൂ. ഓടി വാടാ. അയ്യോ, ലേറ്റായി. നിങ്ങളുടെ ഫീൽഡിൽ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ ഏറ്റവും പുതിയ പദ്ധതി അടയ്ക്കുന്ന തുക അപ്പൊ തന്നെ മടക്കി കൊടുക്കും. ഓഹോ. പിന്നെ ഇൻട്രസ്റ്റ് തവണകളായി അയച്ചു കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. അത് തന്നെ ഇത് ആദ്യത്തെ സംഭവം. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാ സന്ധി വരുന്നടാ. എവിടെ എവിടെ? എല്ലാം ഞാൻ പറയാം. ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ അറിയാം. സന്ധ്യ, നേരിട്ട് ചെന്ന് മാപ്പ് പറയിപ്പിക്കുക. മുരളി അത് ചെയ്യില്ല. കാണാം. കാണാൻ കാത്തിരിക്കായിരുന്നു. ഇഷ്ടമാണോന്ന് അറിയണത്രേ അയാൾക്ക്. വലിയ കാശുകാരനാ, സുന്ദരനും. ഇഷ്ടമാണെന്ന് മൂളിയ അപ്പ കല്യാണം അത്രേ. നേരിട്ടറിയാൻ കാത്തിരിക്കുക അയാള്. ഗാഢമായ ഒരു ആലിംഗനം പ്രതീക്ഷിക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു സ്വീറ്റ് കിസ്സെങ്കിലും. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? ഒരു പിടിയും കിട്ടും. താമസിയാതെ പിടിക്കാം. ഒന്നിങ്ങ് വന്നേ. എന്ന് മുതൽ ഈ ബ്രോക്കർ പണി തുടങ്ങിയത്? എത്രയാ കമ്മീഷൻ? തുക അറിഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു കാര്യം ഏൽപ്പിക്കാൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു പൂവാലച്ചക്കൻ കത്തയച്ചിരുന്നു. മറുപടി ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. എനിക്കിഷ്ടാ, ഒരുപാട് ഒരുപാട് ഇഷ്ടാ. എന്താടാ, നിന്നെ അവള് ചീത്ത വിളിച്ചോ? ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമാണെന്നോ? ഏയ്, അങ്ങനെ പറയാൻ വഴിയില്ല. അതേടാ, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആഹാ. നിന്നെ ഇഷ്ടം. സന്ധ്യ, I love you.